നമ്മളിനി അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് കാണാതായ 14 വയസ്സുകാരൻ ആദിത്യനെ ചെന്നൈയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശിയാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. പുള്ളിക്കാരൻ ഞാനൊരു അച്ഛനോട് ഒരു ആവശ്യമായിട്ട് ചെന്നൈ പോയിട്ട് വന്നതാണ്. അപ്പൊ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. അവൻ പറയുന്ന പ്രവർത്തിക്കും അവന്റെ സംസാരത്തിന് എന്തോ ഒരു വ്യത്യാസം പോലെ. അവനോട് സംസാരിച്ച് അപ്പൊ അവൻ ഇങ്ങനെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ വേറെ സ്ഥലം നോക്കി ഇങ്ങനെ പോകാനായിട്ട് തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് പിന്നെ തിരുവനന്തപുരത്ത് എവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എറണാകുളത്ത് എവിടേക്കോ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ബാംഗ്ലൂർ ഇങ്ങനെ പോകാനായിട്ട് ഞാൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 1500 കഴിഞ്ഞിരുന്ന പിന്നെ വിശപ്പും പട്ടിണി മാത്രമേ ഉണ്ടാവുള്ളൂ, എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഇപ്പൊ ഓക്കെയാണ്, ഷുവറായിട്ട് ഇപ്പം പുള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ കുട്ടിയിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഈ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുന്നു. അതിനുശേഷം മല്ലപ്പള്ളിയിൽ സൈക്കിൾ വെച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് ബസ്സിൽ പോയി. അവിടെ നിന്ന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആദിത്യൻ എന്നാണ് ഈ മല്ലപ്പള്ളി സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യൻ, അതാണ് കുട്ടിയുടെ പേര്. എന്നാലും ഈ ആദിത്യൻ അവിടെ ചെന്നതിന് ശേഷം ചെന്നൈയിൽ കുറച്ചു നേരം കറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് വെച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് വീണ്ടും എറണാകുളത്തേക്ക് പോയി അവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് കടക്കാനായിരുന്നു ശ്രമമെന്ന് മനസ്സിലാക്കുന്നു. കേവലം 1500 രൂപ മാത്രമേ ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്ന് അച്ഛനമ്മമാർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടേതടക്കമുള്ള മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ, റിനു എന്നാണ് പേര്, അദ്ദേഹം അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് ആണ് ഏറ്റവും ഒടുവിൽ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇയാൾ മനസ്സിലാക്കുകയായിരുന്നു. ഉടൻ തന്നെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഈ കുട്ടിയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ അവിടെ പിടിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി എങ്ങോട്ടും പോകേണ്ടതില്ല, അച്ഛൻ വരും അമ്മ വരും, അവരോടൊപ്പം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമ്മതിച്ച് കുട്ടി ഇപ്പോൾ ഈ 14-കാരൻ ഇപ്പോൾ ഇയാളോടൊപ്പം ഇരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം കഴിക്കും. രാത്രി 1 മണിയോടുകൂടി കൊല്ലത്ത് ഈ ട്രെയിൻ എത്തിച്ചേരും. അപ്പോൾ അവിടെ വെച്ച് കുട്ടിയെ കൈമാറും. പോലീസും അതുപോലെ തന്നെ ബന്ധുക്കളും അങ്ങോട്ട് തിരിക്കും. ശരി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 14-കാരനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നുണ്ട്, പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം നൽകിയത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞോ ആവോ? തെരഞ്ഞെടുപ്പ് ചട്ടമൊന്നും BJPക്ക് ബാധകമല്ലേ എന്നുള്ളതാണ് നൌഷാദിന്റെ ചോദ്യം. ഇപ്പോൾ അഖിൽ BS ഒരു കാര്യം അറിയിക്കുന്നു. ട്രെയിൻ ചെയിൻ വലിച്ച് ഓടി ആൾ എറണാകുളം ജനശതാബ്ദിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് അഖിൽ പറയുന്നത്. അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല, നമുക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുമില്ല. പലയിടങ്ങളിലും മഴയുള്ള കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ വീണ്ടും അറിയിക്കുന്നുണ്ട്. സാന്ദ്ര മരിയ ജോമി പറയുന്നു എറണാകുളത്ത് നല്ല മഴ, ഒപ്പം ഇടിയുമുണ്ടെന്ന് പറയുന്നു. മൊയ്തീൻ പറയുന്നുണ്ട് കുമാരനെല്ലൂരിൽ മഴയുണ്ടെന്ന് പറയുന്നു. രമേശ് KRS പറയുന്നു പാലക്കാട് ആലത്തൂർ വെങ്ങന്നൂരിൽ നല്ല മഴ എന്നിങ്ങനെയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഒട്ടേറെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.